ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ തകർത്ത പല ഘടകങ്ങളെക്കുറിച്ചും പലരും പല സ്ഥലത്തും ചർച്ച ചെയ്യുന്നത് കേട്ടു. അധികം ആളുകൾ ആലോചിക്കാതെ പോയ അല്ലെങ്കിൽ പറയാതെ പോയ ഓർമ്മിക്കപ്പെടാതെ പോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഈ കേരളത്തിൽ നിന്ന് സ്ഥലം മാറിപ്പോയ നമ്മുടെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വഹിച്ച പങ്കിനെക്കുറിച്ചാണ്. ആരിഫ് ഖാൻ്റെ പേര് തെരഞ്ഞെടുപ്പ് വേളയിൽ ആരും ഓർമ്മിച്ചിരുന്നില്ല, അതൊരു ചർച്ചാ വിഷയമായിരുന്നില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു മനസാക്ഷിയിൽ അദ്ദേഹം ഉയർത്തിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, അതുകൊണ്ടുണ്ടായ പ്രത്യാഘാതങ്ങൾ, അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മേലേൽപ്പിച്ച മാരകമായ പ്രഹരം അത് ഒട്ടും ചെറുതായിരുന്നില്ല. തുടക്കത്തിൽ ആരിഫ് ഖാനും പിണറായി വിജയനും ഭായിയായിരുന്നു. അവർ തമ്മിൽ ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ പെട്ടെന്ന് പരിഹരിച്ചാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ സർവകലാശാല വൈസ് ചാൻസലർമാരുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇവർ തമ്മിൽ ഗണ്യമായ രീതിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതും ഭയങ്കരമായിട്ട് ഉടക്കി കഴിഞ്ഞപ്പോൾ അവർ ബദ്ധശത്രുക്കളായിട്ട് മാറി. കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലെയും വൈസ് ചാൻസലർമാരെ പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികൾ ഇദ്ദേഹം കൈക്കൊണ്ടു. ചിലരൊക്കെ കോടതിയിൽ പോയി സ്റ്റേ മേടിച്ച് രക്ഷപ്പെട്ടു. ബാക്കിയുള്ളവർ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടാതെ സ്ഥാനം ഒഴിഞ്ഞ് പോകേണ്ടതായിട്ട് വന്നു. ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായത് കണ്ണൂർ സർവകലാശാലയിലായിരുന്നു. അവിടെ വൈസ് ചാൻസലറായിട്ട് വന്ന ഗോപിനാഥ് രവീന്ദ്രൻ വലിയൊരു അക്കാഡമിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് കനത്ത പ്രഹരമുണ്ടായി. ഈ വൈസ് ചാൻസലർക്ക് രാജിക്കത്ത് പോലും എഴുതി കൊടുക്കാതെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് വന്നു. സുപ്രീം കോടതി അദ്ദേഹത്തെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതുപോലെ തന്നെ SFIക്കാർ ഉൾപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നു. SFIയുടെ ഒരു ധീര സഖാവ് എഴുതാത്ത പരീക്ഷ പാസ്സായി എന്നൊരു ആക്ഷേപമുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു സഖാവ് ഒരു കോളേജിൽ പഠിച്ച് BCom തോറ്റിട്ട് അതേ കോളേജിൽ തന്നെ MCom പഠിക്കുന്നു എന്ന കൗതുകകരമായിട്ടുള്ള വാർത്തയും പുറത്തു വന്നു. അത് കായംകുളം MSM കോളേജിലായിരുന്നു. അതുപോലെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ മറ്റൊരു സഖാവ്, അദ്ദേഹം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, പക്ഷേ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ സന്നദ്ധനായിട്ട് കച്ച കെട്ടി വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല ദിവ്യാത്ഭുതങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നു എന്നുള്ള രഹസ്യം പുറത്തു കൊണ്ടുവന്നത് ഈ ആരിഫ് ഖാൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. മാധ്യമങ്ങളും അതിനൊത്തു പരിശ്രമിച്ചു പ്രവർത്തിച്ചു എന്ന കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരിഫ് ഖാൻ നടത്തിയ സന്ദർശനം അദ്ദേഹത്തെ കാലെടുത്തി ഒട്ടും സമ്മതിക്കുകയില്ല എന്ന SFIയുടെ ഭീഷണി, ആർഷോയുടെ നേതൃത്വത്തിൽ അവിടെ നടന്ന അതിഗംഭീരമായ ഐതിഹാസികമായിട്ടുള്ള പ്രകടനവും പൊതുസമ്മേളനവും പ്രതിഷേധവും, അങ്ങനെ ഗവർണർ അവിടെ ചെന്നതും കാലെടുത്ത് ചവിട്ടിയതും അവിടെ താമസിച്ചതും പിറ്റേ ദിവസം കോഴിക്കോട് മിഠായി തെരുവിൽ അദ്ദേഹം റോഡ് ഷോ നടത്തിയതും ഒരു ബേക്കറിയിൽ നിന്ന് അലുവ വാങ്ങിച്ചതും ഒക്കെ വാർത്തയായി. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ സഖാക്കൾ വിചാരിച്ചു ഇത് ജനങ്ങൾ നമ്മളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും, ഫാസിസത്തിനെതിരായി ചെറുത്തുനിൽപ്പായിട്ട് കണക്കാക്കും. യുവർ ഡാൽ വിൽ നോട്ട് കുക്ക് ഹിയർ എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് തന്നെ വലിയൊരു സംഭാവനയായിട്ട് മാറും എന്നൊക്കെയാണ്. ആളുകൾ കൈയടിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ചിരിച്ചത് ഈ ആർഷോയെയും അനുശ്രീയെയും അതുപോലെയുള്ള മറ്റ് ഈ SFIയുടെ ഡിങ്കിരിവാലന്മാരെയും നോക്കിയിട്ടായിരുന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ പ്രൊഫസർ ബിന്ദുവിൻ്റെ ഇംഗ്ലീഷ് ഭാഷാ പാരംഗതത്വം നമുക്ക് മനസ്സിലായി. അപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്തുമാത്രം ജീർണിച്ചു എന്നും അത് എന്തുമാത്രം മലീമസമായി എന്നുള്ളതും സാധാരണക്കാരായ വോട്ടർമാർക്ക് മനസ്സിലായി. അതിലും അതീതമായിരുന്നു മറ്റേ ഈ കണ്ണൂർ സർവകലാശാലയിൽ KK രാഗേഷിൻ്റെ ഭാര്യയ്ക്കും കാലടി സംസ്കൃത സർവകലാശാലയിൽ സഖാവ് MP രാജേഷിൻ്റെ ഭാര്യയ്ക്കും പിൻവാതിൽ വഴിക്ക് നിയമനം നൽകിയത്. പിൻവാതിലല്ല, മുൻവാതിലിൽ കൂടി തന്നെ ഈ അയോഗ്യരായിട്ടുള്ള 2 സ്ത്രീകളെ നിയമിച്ചത്. അപ്പോൾ എല്ലാ സർവകലാശാലകളും സഖാക്കളുടെ ഭാര്യമാർക്ക് ജോലി കൊടുക്കാനുള്ള സ്ഥലങ്ങളായിട്ട് മാറി എന്ന വസ്തുതയും പുറത്തു വന്നു. കാര്യം കണ്ണൂർ സർവകലാശാലയിൽ ഒരു ടെമ്പററി വേക്കൻസിയിലാണ് ജോലി ചെയ്തതെങ്കിലും സ്പീക്കർ ഷംസീറിൻ്റെ ഭാര്യയ്ക്കും ഇതിൽ ഭാഗഭാഗിത്വം വയ്ക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ വലിയ ജീർണത അത് പൊതുസമൂഹത്തിന് മുന്നിൽ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർത്തു. വിദ്യാഭ്യാസ മേഖല മുഴുവൻ SFIക്കാരും അവരുടെ പിന്തുണക്കാരും മാത്രം മതി എന്ന രീതി വന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എന്തുമാത്രം ജീർണിച്ചു, നിലവാരം എന്തുമാത്രം തകർന്നു എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായി.
അതിൻ്റെ ഫലമായിട്ടാണ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ സഖാവ് ആർ ബിന്ദു ദയനീയമായിട്ട് തോറ്റത്. ആ ബിന്ദു സഖാവ് ഡീസൻ്റായിട്ട് തോറ്റു. ഇപ്പോൾ കവിതാ രചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സഖാവിൻ്റെ കവിതാ പുസ്തകം കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്യപ്പെട്ട വാർത്ത ഞാൻ കോരിത്തരിപ്പൂട്ടാണ് വായിച്ചത്. അൻപും അലിവും അല്പം അനുരാഗവും എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇത് കഴിയുന്ന മുറയ്ക്ക് സഖാവ് അടുത്തൊരു കവിതാ സമാഹാരം കൂടി ഇറക്കണം. ആർഷോയും അനുശ്രീയും അല്പം ആരിഫ് ഖാനും. അങ്ങനെ ഒരു സാധനം കൂടി വരികയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ആത്മകഥ എഴുതേണ്ട ആവശ്യമില്ല. അത് കാവ്യരൂപത്തിൽ വരും തലമുറകൾക്ക് പ്രചോദനമായിട്ട് ഭവിക്കും. അപ്പോൾ ഇത് ബിന്ദു ടീച്ചറുടെ കാലത്തെല്ലാം നടന്നെങ്കിൽ പോലും നമ്മുടെ ചിന്താ ജെറോമിൻ്റെ വാഴക്കൊല ഗവേഷണം അതുണ്ടാക്കിയ പുകലും പുക്കാറും പൊല്ലാപ്പും ഇപ്പോഴും ഓർമ്മയുള്ളതാണ്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ പുറത്തു വിടുന്നത് ആരിഫ് ഖാനും മുഖ്യമന്ത്രി തമ്മിലുള്ള ഒടക്കാണ്. അതിൽ ആർഷോയും അനുശ്രീയും അടക്കമുള്ള ധീരസഖാക്കൾ വഹിച്ച ചരിത്രപരമായ വിപ്ലവകരമായ പങ്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഈ പിണറായി സഖാവിൻ്റെ സൽഭരണം 10ാം വർഷത്തിൽ അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ നമ്മൾ 15 കൊല്ലത്തോളം സഹിക്കേണ്ടി വന്നത്. ഏതായാലും ആരിഫ് ഖാന് നന്ദി. ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ഒരു ഗവർണർ ഉണ്ടാകുന്നത് ഏത് നിലയ്ക്കും നല്ലതാണ്. ലാൽ സലാം.